PC ഭ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 7 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മൗലികാവകാശ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കേസ് നടത്തിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആരാണ് വ്യക്തി? ഉത്തരം കേശവാനന്ദ ഭാരതിയാണ്. അപ്പോൾ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു പ്രശസ്തമായ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ്. അത് PSC ആയാലും ഏത് പരീക്ഷയായാലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യത്തിനും വരുന്ന ഒരു കാര്യമാണ് കേശവാനന്ദി ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ്. അത് 1973 കേസ് നടന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അടുത്തിടെ അന്തരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വാർത്തയിൽ വന്നത്. ഇപ്പോൾ ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങൾ പാർലമെന്റിന് തിരുത്താനാവില്ലെന്ന ചരിത്ര പ്രധാന വിധി ഈ കേസിലാണ് ഉണ്ടായത്. അതായത് ബേസിക് ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും പാർലമെന്റിന് അമെൻമെന്റ് വഴി തിരുത്താനാവില്ല എന്ന ഒരു ചരിത്ര പ്രധാനമായ വിധി വന്നത് ഈ ഒരു കേസിലാണ്. അപ്പോൾ ഓർത്തു നോക്കുക, കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചത്. അതിനെപ്പറ്റി കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാം. ആ കേസിന്റെ പശ്ചാത്തലം നോക്കാം. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടമായതിനെ തുടർന്നാണ് എതിർകക്ഷിയായ കേരള സർക്കാരിനെയും മറ്റും ഉൾപ്പെടുത്തി അദ്ദേഹം കേസ് നടത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മഠത്തിൻ്റെ ഭൂമി നഷ്ടപ്പെടുന്ന എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം കേസ് കൊടുത്തത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം വാദം കേട്ട ഒരു കേസാണിത്. 66 ദിവസമാണ് ഈ കേസിൽ വാദം കേട്ടത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ജഡ്ജിയുടെ ബെഞ്ചാണ് ഉണ്ടായത്. 13 അംഗ ജഡ്ജി ബെഞ്ചാണ് ഈ കേസിന് വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുക. കൂടുതലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുക. അടുത്ത ഒരു ചോദ്യമാണ്, ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഒരു വർഷമാണിത്. അപ്പോൾ സെപ്റ്റംബർ 7 ചന്ദ്രയാൻ 2 ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡർ ഇറക്കാൻ ശ്രമം നടത്തിയത്. അത് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. 2019 സെപ്റ്റംബർ 7 വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിങ്ങിനിടെ തകർന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു വാർത്ത വന്നത്. അതായത് വിക്രം ലാൻഡർ ഇറക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു വർഷം ഇപ്പോൾ തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വരുന്ന അപ്കമിങ് ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന ദൗത്യം. അത് 2021 നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ചന്ദ്രയാൻ 2 ഭാഗമായിട്ടുള്ള ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർബിറ്ററാണ് ഇനി ചന്ദ്രയാൻ 3 എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പോൾ 2021 ചന്ദ്രയാൻ 3 ദൗത്യം നടക്കാൻ പോകുന്നത്. കോവിഡ് മഹാമാരി സാഹചര്യത്തിൽ വിലയിരുത്തുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും അടുത്തിടെ WHO രൂപീകരിച്ച സ്വതന്ത്ര സമിതിയിൽ അംഗമായ ഇന്ത്യയുടെ മുൻ ആരോഗ്യ സെക്രട്ടറി ആരാണ്? പ്രീതി സുദനാണ് അടുത്തിടെ WHO രൂപീകരിച്ച കോവിഡ് മഹാമാരി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ നിർദ്ദേശം സമർപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്വതന്ത്ര സമിതിയാണ് WHO രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെ അംഗമായിട്ട് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഇന്ത്യയുടെ മുൻ ആരോഗ്യ സെക്രട്ടറിയായ പ്രീതി സുദൻ. അടുത്തിടെ ഏത് രാജ്യമാണ് പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്? ചൈനയാണ്. അപ്പോൾ അടുത്തിടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനത്തിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയത് ചൈനയാണ്. അതിൻ്റെ ആ വാഹനത്തിന്റെ പേരൊന്നും ചൈന പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും മാത്രമേ വാർത്തയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ലോങ് മാർച്ച് 2F എന്ന റോക്കറ്റാണ്. ലോങ് മാർച്ച് 2F എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന US കമ്പനിയായ SNCയുടെ വിമാനമാണ് ഡ്രീം ചേസർ. അതുപോലെ തന്നെ SpaceXന്റെ വാഹനമാണ് ഡ്രാഗൺ. ഈ 2 കാര്യങ്ങൾ ഓർത്തു നോക്കുക. കാരണം ഡ്രാഗൺ അടുത്തിടെയാണ് ലാൻഡിങ് നടത്തിയത്. US നാസയിലെ 2 ആസ്ട്രോനോട്ടിനെയും കൊണ്ട് ഡ്രാഗൺ അടുത്തിടെ ഭൂമിയിൽ പതിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വാർത്ത. അതും കൂടെ ഓർത്തു നോക്കുക. SpaceXന്റെ പുനരുപയോഗിക്കാൻ കഴിയുന്ന വാഹനമാണ് ഡ്രാഗൺ. അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനിയായ SNCയുടെ മറ്റ് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഡ്രീം ചേസർ. ഈ 2 പോയിന്റുകൾ കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് നോക്കുക. സെപ്റ്റംബർ 7 ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് എന്ന ഒരു പുതിയൊരു
ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭ തന്നെയാണ്. ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് എന്നാണ് അതിൻ്റെ പേര്. സെപ്റ്റംബർ 7 ആചരിക്കാൻ പോകുന്നത്. ഇന്ന് 2020 സെപ്റ്റംബർ 7 മുതലാണ് ആ ദിനം ആചരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കാലാവസ്ഥ, ആരോഗ്യം, വായു, ശുചിത്വം എന്നീ പോയിന്റുകൾ മുൻനിർത്തിക്കൊണ്ടാണ് UN പുതിയൊരു ദിവസം ആചരിക്കാൻ പോകുന്നത്. 2019 ഡിസംബർ 19 74ാമത് UN പൊതുസമ്മേളന വേളയിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അപ്പോൾ ഓർത്തു നോക്കുക, സെപ്റ്റംബർ 7 ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് എന്നാണ് അറിയപ്പെടുന്നത്. 2020 US ഓപ്പൺ മത്സരത്തിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ലോക 1-ാം നമ്പർ താരമാരാണ്? നൊവാക് ജോക്കോവിക് ആണ്. അപ്പോൾ അടുത്തിടെ US ഓപ്പൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അപ്പോൾ അടുത്തിടെയാണ് US ഓപ്പണിൻ്റെ മത്സരങ്ങളിൽ നിന്നും നൊവാക് ജോക്കോവിക്കിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അത് ലൈൻ റഫറിയുമായി ബോൾ തട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനാണ് അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ US ഓപ്പണിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്ത ലോക 1-ാം നമ്പർ താരം ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നൊവാക് ജോക്കോവിക് ആണ്. അദ്ദേഹം സെർബിയൻ താരമാണ്. 3 തവണ US ഓപ്പൺ ടൈറ്റിൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇനി ചരിത്രത്തിൽ ഇന്ന് ടോപ്പിക്കാണ്. 1812 സെപ്റ്റംബർ 7 ഫ്രാൻസ് റഷ്യ യുദ്ധം നടന്നു. 1923 സെപ്റ്റംബർ 7 ഇന്റർപോൾ രൂപീകരിച്ചു. 1945 സെപ്റ്റംബർ 7 ബെർലിൻ വിക്ടറി പരേഡ് നടത്തി. 2012 സെപ്റ്റംബർ 7 ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം കാനഡ ഉപേക്ഷിച്ചു. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്ട്രാറ്റജിക്കാണ്. കോവിഡ് സാഹചര്യത്തിൽ നിന്നും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അടുത്തിടെ ഈറ്റ് ഔട്ട്, സീറ്റ് ഔട്ട് എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ ഇന്നലെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു പദ്ധതിയായിട്ട് സീറ്റ് ഔട്ട് എന്ന ഒരു പദ്ധതി കൂടി ബ്രിട്ടൻ നടപ്പിലാക്കി. അപ്പോൾ ഓർത്ത് നോക്കുക, ഈറ്റ് ഔട്ട്, സീറ്റ് ഔട്ട് എന്നത് കോവിഡ് സാഹചര്യത്തിൽ നിന്നും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ബ്രിട്ടന്റെ പദ്ധതിയാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. CR ദാസിന്റെ പേരുള്ള ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലോക്കോമോട്ടീവ് നിർമ്മാണ ഫാക്ടറിയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്തു കുറേ കാര്യങ്ങൾ. ഇനി നമുക്ക് 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ നോക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ കാസിരംഗ ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി 3000 ഹെക്ടറോളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ഏത് സംസ്ഥാനത്താണ് ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇയാൻ ബെൽ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ്? ഓപ്ഷൻസ്: ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക. 2020 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: സ്വീഡൻ, ഡെൻമാർക്ക്, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്. അടുത്തിടെ പുറത്തിറക്കിയ വ്യവസായ പ്രോത്സാഹന സൂചികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇന്ദ്ര നേവി 2020 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, റഷ്യ, ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമാകുകയാണ്. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്